മാർച്ച് 19, 2026 ക്ലാഷിനായി വന്ന എല്ലാ ചിത്രങ്ങളും ദുരന്തര കാരണം റിലീസ് മാറ്റി. ഒരാൾ മാത്രം മാറ്റിയിട്ടില്ല, മാറ്റാൻ ഉദ്ദേശവുമില്ല. പറഞ്ഞു വരുന്നത് റോക്കിംഗ് സ്റ്റാർ യഷിന്റെ ടോക്സിക്കിനെ കുറിച്ചാണ്. ദുരന്തര ഒരു സർപ്രൈസ് ഹിറ്റ് തന്നെയായിരുന്നു. ഡിസംബർ 5 ആദ്യ ഭാഗം റിലീസായ ചിത്രം ബോക്സ് ഓഫീസിൽ 1200 കോടി കഴിഞ്ഞാണ് കളക്ഷൻ നേടിയത്. ഇന്നും പല തിയേറ്ററുകളും ദുരന്തർ ഓടുന്നുമുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ എത്തിയ ശേഷവും ദുരന്തറിന് മികച്ച പ്രതികരണമാണ് ആരാധകരിൽ നിന്ന് ലഭിച്ചത്. ഇതെല്ലാം കൊണ്ടും പല ചിത്രങ്ങളും അന്ന് പ്ലാൻ ചെയ്തിരുന്നത് റിലീസ് മാറ്റിയിരുന്നു. റംസാൻ അവധിക്ക് ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്ത റിലീസുകളിലൊന്ന് നാനിയുടെ പാരഡൈസും രാംചരന്റെ ടെഡ്ഡിയുമാണ്. ഈ രണ്ട് ചിത്രങ്ങളും റിലീസ് ദിവസം മാറ്റുകയും ചെയ്തു. പാരഡൈസ് മാറ്റിയത് ഓഗസ്റ്റിലേക്കാണെങ്കിൽ ഏപ്രിൽ അവസാനമായിരിക്കും പെഡ്ഡി തിയേറ്ററുകളിലേക്ക് എത്തുക. ഈ രണ്ട് ചിത്രങ്ങൾ മാറ്റാൻ കാരണം ദുരന്തർ ആണെന്ന് പറയാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും ദുരന്തറിന് കുറച്ചുകൂടെ വൈഡ് റിലീസ് സാധ്യത ഈ രണ്ട് ചിത്രങ്ങളും ഒരുക്കിയെന്ന് പറയാം. ഒപ്പം ആദിവിശേഷിന്റെ ഡെക്കോയിറ്റും തിയേറ്റർ റിലീസ് മാറ്റുകയും ചെയ്തു. ഇവരെല്ലാവരും തയ്യാറെടുക്കുന്നത് ദുരന്തർ ഉണ്ടാക്കിയ ഇമ്പാക്ട് കൊണ്ട് തന്നെയാണ്. ബോക്സ് ഓഫീസിൽ ദുരന്തർ ചരിത്ര വിജയമാണ് നേടിയത്. രൺവീർ സിംഗിന്റെ കരിയറിലെ ആദ്യ 1000 കോടി ചിത്രമാണ് ദുരന്തറിലൂടെ സ്വന്തമായത്. അക്ഷയ് ഖന്നെ, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ എന്നീ മൾട്ടി സ്റ്റാർ ചിത്രം ഇന്ത്യയിൽ നടന്ന പല ഇൻസിഡന്റുകളെയും ആസ്പദമാക്കിയുള്ള ചിത്രമായിരുന്നു. സ്പൈ ത്രില്ലർ എന്നതിനപ്പുറം യഷ് രാജ് ഫിലിംസിന്റെ പല സ്പൈ ത്രില്ലറുകളുടെ മുകളിലാണ് ദുരന്തറിന്റെ ഇപ്പോഴത്തെ സ്ഥാനം. പല പ്രൊപ്പഗണ്ട വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ടെങ്കിലും ദുരന്തറിന്റെ വിജയം ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ ചരിത്രം തന്നെയാണ്. രൺവീറിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ ചിത്രങ്ങളൊന്നായി ദുരന്തർ മാറുകയും ചെയ്തു. മാത്രമല്ല, കരിയറിൽ ഒരു സമയത്ത് പരാജയങ്ങൾ മാത്രം നേരിട്ടിരുന്ന രൺവീർ സിംഗിന്റെ മാസ് കംബാക്ക് തന്നെയാണ് ദുരന്തറിലൂടെ സ്വന്തമായത്. അതേസമയം ഏവരും പ്രതീക്ഷിക്കുന്നത് യഷിന്റെ ടോക്സിക്കും റിലീസ് ദിവസം മാറ്റുമെന്ന് തന്നെയാണ്. ജനുവരിയിൽ ആദ്യമായി ഒരു ടീസർ പുറത്തു വന്നതിന് ശേഷം ടീസറിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേട്ടിരുന്നു. എന്നാൽ അവിടെ നിന്ന് ദുരന്തർ കാരണം ടോക്സിക് റിലീസ് ദിവസം മാറ്റുമെന്ന് പലതരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ യഷിന് മാറ്റാൻ പ്ലാനില്ലെന്ന് മാത്രമല്ല, അതേ ദിവസം തന്നെ യഷ് ബോക്സ് ഓഫീസിലേക്കുള്ള 4 വർഷത്തെ ശേഷമുള്ള ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരികയുമാണ്. ടോക്സിക്കിന്റെ ടീസർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു മാസ് ആക്ഷൻ ത്രില്ലർ തന്നെയാണ് ടീസറിലൂടെ വ്യക്തമാകുന്നത്. യഷിന് 2 ഗെറ്റപ്പും ചിത്രത്തിലുണ്ട്. യഷ് ആദ്യമായി KGF ശേഷം താടി കളഞ്ഞെത്തുന്നു എന്നുള്ള പ്രത്യേകതയാണ് ടോക്സിക്കിന്റെ ടീസറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറഞ്ഞത്. 1940കളിൽ ഒരുങ്ങുന്ന ഒരു ഗാങ്സ്റ്റർ ഡ്രാമയാണ് ചിത്രമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മലയാളിയായിട്ടുള്ള ഗീതു മോഹൻദാസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ആദ്യ ടീസർ പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഗീതു മോഹൻദാസ് നേരിട്ടിരുന്നു. ഇതിനെല്ലാം അപ്പുറം എന്തരത്തിലുള്ള വിജയമാണ് ടോക്സിക് ലക്ഷ്യമിടുന്നതെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. KGF 2 എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്നും തുടങ്ങാൻ തന്നെയാണ് യഷിന്റെ ഉദ്ദേശമെന്ന് തന്നെയാണ് ടീസറിൽ നിന്നും വ്യക്തമാകുന്നത്. രണ്ടും കൽപ്പിച്ചാണ് ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെ മികച്ച എപ്പിക് ക്ലാഷിന് മാർച്ച് 19 തയ്യാറെടുക്കുന്നത്. ഇതിനിടയിൽ പല ഭാഷകളിലും, പ്രത്യേകിച്ച് മലയാളം, തമിഴ് ഭാഷകളിലുമൊക്കെ ചില ചിത്രങ്ങൾ റിലീസിന് എത്തുന്നു എന്നുള്ള റൂമറുകൾ സജീവമാണ്. അതിൽ കൺഫേംഡായുള്ളത് മലയാളത്തിലെ എക്കാലത്തെയും വലിയ കോമഡി ഫ്രാഞ്ചൈസികളിലൊന്നായ ആടിന്റെ 3ാം ഭാഗത്തിന്റെ റിലീസാണ്. ജയസൂര്യയുടെ 4 വർഷത്തിന് ശേഷമുള്ള ബോക്സ് ഓഫീസിൽ ആദ്യ ചിത്രമായിരിക്കും ആട് 3. ട്രെയിലറുകളും ടീസറുകളും പുറത്തു വന്നില്ല എന്നുണ്ടെങ്കിലും 2 കാലഘട്ടമായി ഒരുപാട് ഫസ്റ്റ് ലുക്കുകൾ ചിത്രത്തിൻ്റെതായി പുറത്തു വന്നിരുന്നു. സമ്മിശ്ര പ്രതികരണമാണ് പഴയ കാലത്തെ ചിത്രങ്ങൾക്ക് ലഭിച്ചതെങ്കിലും ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഭേദപ്പെട്ട റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളും പോസ്റ്ററുകൾക്ക് ലഭിച്ചിരുന്നു. ചിത്രത്തിലെ ട്രെയിലർ, ടീസർ പാട്ടുകൾക്കായി ഏവരും കാത്തിരിക്കുകയാണ്. ഫ്രൈഡേ ഫിലിം ഹൗസ് ഡേറ്റുകൾ ലോക്ക് ചെയ്യുകയും ചെയ്തു. മാർച്ച് 19 ആട് തിയേറ്ററുകളിലേക്ക് എത്തുകയും ചെയ്യും. തമിഴിൽ പ്രദീപ് രംഗനാഥന്റെ എല്ലായ്ക്കയും മാർച്ച് 19 തിയേറ്ററുകളിൽ എത്തുമെന്നുള്ള റൂമറുകൾ സജീവമാണ്. ചിത്രം ദീപാവലിക്ക് റിലീസിനെത്തുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അവിടെ നിന്ന് റിലീസ് മാറി. പിന്നീട് ജനുവരി 18 പൊങ്കൽ,
ഫെബ്രുവരി, വാലന്റൈൻസ് ഡേ എന്നീ തീയതികളിലൊക്കെ ചിത്രം റിലീസിന് എത്തുമെന്ന റൂമറുകൾ ഉണ്ടായിരുന്നെങ്കിലും ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അവസാനിച്ചിരുന്നില്ല. മാർച്ച് 19 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഒരു വിഭാഗം ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ തമിഴ്നാട്ടിലും മികച്ച കോമ്പറ്റീഷൻ ടോക്സിക്കിന്, ദുരന്തറിനും ലഭിക്കുകയും ചെയ്യും. ഹിന്ദിയിൽ കാര്യമായ റിലീസുകളൊന്നും ഇതിനോടകം തന്നെ ലോക്ക് ചെയ്തിട്ടില്ല. ഏവരും ദുരന്തർ ടോക്സിക് ക്ലാഷിൽ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. യശും രൺവീറും ഒരുമിച്ച് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ആരുടെ പടം ആദ്യം കാണുമെന്ന കൺഫ്യൂഷൻ പലർക്കുമുണ്ട്. ദുരന്തറിന്റെ റിവെഞ്ച് സ്റ്റോറിയാണ് ആളുകൾക്ക് കാണാൻ ബാക്കിയുള്ളതെങ്കിൽ KGF ശേഷം യശിനെ തിയേറ്ററിൽ കാണാമെന്ന എക്സൈറ്റ്മെന്റ് ആണ് ആളുകൾക്കുള്ളത്. അതേസമയം മലയാളികൾക്കാകട്ടെ ഷാജി പാപ്പനെയും കൂട്ടരെയും വീണ്ടും കണ്ട് എന്റർടൈൻഡ് ആകാനുള്ള അവസരം കൂടിയാണ് മാർച്ച് 19.